അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സിനിമാ നടനായിക്കൊള്ളാം. അന്നേരം അവസാനം സിനിമാ നടൻ ഇച്ചിരി ഡിഗ്രിയും കൂടെ വേണം മോനെ എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ആവണം നിനക്ക്, എനിക്ക് വക്കീലാവണം, അഡ്വക്കേറ്റ് ആവണം, വക്കീലാവണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാനിട്ട് ഓർത്ത് നോക്കി, അതിനുള്ള കഴിവൊക്കെ കാണും അവൻ്റെ. എന്നാൽ ശരി, ആ ലൈനിൽ പോകാം. പിന്നെ ഇവിടെ ഇല്ലല്ലോ, തിരുവനന്തപുരത്ത് എന്ന് എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞ് അവിടെ ആക്കി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എന്നിട്ട് ഇവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ഈ സിനിമാ താരങ്ങളൊക്കെ മോഹൻലാല് ഇവരൊക്കെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, അവരെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യാൻ എനിക്കിപ്പോൾ പതുക്കെ അങ്ങോട്ടങ്ങ് കയറാമെന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. അവിടെ കുറേ നാൾ പഠിച്ച് പരീക്ഷ ഒന്നും എഴുതാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മോഹൻലാലിനെ പരിചയപ്പെട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഇവന് ആളുകളെ വശത്താക്കാൻ നല്ല കഴിവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം വന്ന് അവര് റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കണം. പടം വന്നു കഴിഞ്ഞ് ഭയങ്കര ഹിറ്റായി. മോഹൻലാലും ഇവൻ്റെ കൂടെ ഉള്ളത്. മോഹൻലാൽ ഒന്ന് പറയും, ഇവൻ രണ്ട് പറയും. അത്ര ഭയങ്കര കോമ്പിനേഷനായിരുന്നു. ആ പടം അങ്ങ് ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോളേജിൽ പോക്കിൽ നിന്ന് ഇഷ്ടംപോലെ പടങ്ങൾ വന്നു. പക്ഷേ പടങ്ങൾ വന്ന് നല്ല കാശ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല പേരായി വിടങ്ങ്. അന്നേരം കാശുകളൊന്നും കണ്ടമാനം കളഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളൊരു ടേസ്റ്റ് ഇല്ല, അത് അച്ഛനും ഇല്ല. ആ ഒരു വാസനയായി പിള്ളേർക്കൊക്കെ. ആവശ്യത്തിന് നമ്മൾ ചെലവാക്കും, പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും, അങ്ങനെയും ഉണ്ട് കയ്യിൽ. മാഞ്ചേട്ടനും അങ്ങനെ ആയിരുന്നു.